Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു. സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ, അപ്പൊ അതിൽ പ്രധാനമായിട്ടും പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസ് ഒക്കെ ഉണ്ട്. ദെൻ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജസ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളാണ്. ദെൻ സെക്കൻഡറി സോഴ്സസിൽ നമ്മൾ പറഞ്ഞു ഹൗസ് ഹോൾഡും ഇൻഡസ്ട്രീസ്, ദെൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെയാണ് സെക്കൻഡറിയിൽ വരുന്നത്. ഇവിടം വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ആണോ? Then next one നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇത് പറഞ്ഞില്ലാലോ നമ്മള്, പ്രൈമറി സെക്കൻഡറി വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, then ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും ലബോറട്ടറിയിൽ നിന്നും ഒക്കെ പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളാണ്. അപ്പൊ അത് പലതരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകും അല്ലെ. സോ ഈ പലതരത്തിൽ വരുന്ന ഈ വേസ്റ്റുകൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണ്, തരംതിരിക്കുകയാണ്. എങ്ങനെയാണ് തരംതിരിക്കണേന്ന് നോക്കാം. 8 categories of medical waste are presented by the World Health Organization. WHO പ്രകാരം നമ്മൾ 8 കാറ്റഗറി ആയിട്ടാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. WHO പറയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം നമ്മൾ 8 കാറ്റഗറീസ് ആയിട്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് 8 എണ്ണം നോക്കാം കേട്ടോ. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. 8 ടൈപ്പാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ജനറൽ വേസ്റ്റ് അല്ലെ, അതായത് എന്താണ്, പൊതുവായിട്ടുള്ള വേസ്റ്റുകൾ, മീൻസ് കോമൺ ആയിട്ട് വരുന്ന പൊതു മാലിന്യങ്ങള്. Then pathological waste. Pathological waste എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, ഈ മീൻസ് ഡയഗ്നോസിസ്, അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉള്ള രോഗകാരികളായിട്ടുള്ള വേസ്റ്റുകൾ. Then റേഡിയോ ആക്റ്റീവ്, അതായത് റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വരുന്ന റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ, റേഡിയേഷൻ ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ അവിടെ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ആ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ അങ്ങനെയുള്ള ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റുകൾ. കെമിക്കൽ വേസ്റ്റുകൾ, കെമിക്കൽ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകൾ. ദെൻ ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, അതായത് പകർച്ചവ്യാധി മുതൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, അതായത് കുറെ പടരുന്ന മീൻസ് പകർച്ചവ്യാധികളും സാംക്രമിക വ്യാധികൾ എന്നൊക്കെ പറയില്ലേ, മാലിന്യങ്ങള്. അതായത് മീൻസ് നമുക്കിപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ കൊറോണ അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തന്നെ അങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ കിട്ടുന്നത്. ദെൻ ഷാർപ്പ് വേസ്റ്റുകൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ? എക്സാമ്പിൾ ഒന്ന് പറയാമോ? ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഷാർപ്പ് വേസ്റ്റ്, നമ്മളെ നീഡില്, സിറഞ്ച് നീഡില്, ഇങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഫാർമസിയിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ, അതായത് എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസുകള്, വാക്സിനുകള് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസുകൾ, മെഡിസിൻ സ്ട്രിപ്പ്, ഓക്കെ, എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ. Then last one, pressurized containers. എന്താണെന്ന് നോക്കാം കേട്ടോ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. Pressurized container waste means waste made up of both full or empty containers with pressurized liquid, gas or powered materials, including gas containers and aerosol cans. അതായത് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കണ്ടെയ്നറിൽ ഗ്യാസ് ടാങ്ക് ഒക്കെ പോലെ നമ്മള് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഗ്യാസ് ആ രൂപത്തിലുള്ള, മീൻസ് അത് അപകടമായിട്ടുള്ളതാണെന്ന്, അത് മീൻസ് കുറച്ച് റിസ്ക് ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഇൻക്ലൂഡിങ് ഗ്ലാസ് കണ്ടെയ്നർ വരാം, അല്ലെങ്കിൽ എയറോസോൾ ക്യാൻസ്. എയറോസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എയർ ഫ്രഷ്നർ ഒക്കെ ഇല്ലേ, നമ്മൾ എയർ ഫ്രഷ്നർ ഒക്കെ ഇല്ലേ, കണ്ടിട്ടില്ലേ? എയർ ഫ്രഷ്നറുകളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുന്ന എയർ ഫ്രഷ്നറുകൾ,
അപ്പൊ അതൊക്കെ ലിക്വിഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വേസ്റ്റ് ഒക്കെ കത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള നമ്മള് പെർഫ്യൂമിന്റെയോ എയർ ഫ്രഷ്നർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. ഇല്ലേ, നമ്മൾ വേസ്റ്റ് ഒക്കെ കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. കെമിക്കൽ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നല്ല മീൻസ് നല്ല ഐറ്റംസ് ഒന്നും ആയിരിക്കില്ല, കെമിക്കൽ ആയിട്ടുള്ളതാണ്. ഈ എയറോസോൾ ക്യാൻസൽ എയർ ഫ്രഷ്നറിലൊക്കെ അവര് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കെമിക്കൽസ് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഈ പ്രഷറൈസർ കണ്ടെയ്നർ, വലിയ കണ്ടെയ്നറുകൾ പ്രഷർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്, ലിക്വിഡ് ഫോമിലും ഗ്യാസ് ഫോമിലൊക്കെ പ്രഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള എന്താണ് എയർ കണ്ടീഷൻ അതുപോലെയുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നർ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഗ്യാസ് അനസ്തേഷ്യ ഒക്കെ നൽകുമല്ലോ, അതൊക്കെ ഇതുപോലെ ഒരു പ്രഷറൈസർ കണ്ടെയ്നർ പോലെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ WHO നമ്മൾ 8 കാറ്റഗറി ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ്, ഷാർപ്പ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി ക്ലാസിഫിക്കേഷൻ. 8 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? വായിച്ചെല്ലാവരും 8 കാറ്റഗറീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. നോൺ ഹസാർഡ് വേസ്റ്റ്, നോൺ ഹസാർഡ് വേസ്റ്റ്. നോൺ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം അപകടകരമല്ലാത്ത, ദോഷകരമല്ലാത്ത. Approximately 85% of garbage generally in the majority of healthcare facilities is non-hazardous. Healthcare facilities 85% വരുന്ന മെഡിക്കൽ വേസ്റ്റുകൾ നോൺ ഹസാർഡ്സ് ആണെന്ന്, വലിയ അപകടകരമല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകളാണ് 85%. ദിസ് ഇൻവോൾവ്സ് വേസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ്. എന്തൊക്കെയാണ് നോൺ ഹസാർഡ്സ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആണ് കേട്ടോ. ഫുഡ് സ്ക്രാപ്സ്, ഫ്രൂട്ട് പീൽസ് along with washed water, paper curtains, packaging materials and so on. ഇതൊക്കെയാണ് നോൺ ഹസാർഡ്സിൽ വരുന്ന വേസ്റ്റുകൾ. ഫുഡിന്റെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ പീൽസ്, പഴത്തൊലികൾ, അങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ അവശിഷ്ടങ്ങള്, പേപ്പർ കർട്ടൻസ്, പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള കർട്ടൻസ് പോലെ, അതുപോലെ പാക്കേജ് ചെയ്യുന്ന മെറ്റീരിയൽസുകൾ, ഫുഡ് പാക്കേജ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിസിൻ മീൻസ് നമ്മൾ കവറുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പാക്കേജിങ് മെറ്റീരിയൽസ്, അതൊക്കെയാണ് നോൺ ഹസാർഡ് വേസ്റ്റ്. അതുകൊണ്ട് വലിയ ദോഷകരമല്ലാത്ത പ്രശ്നമൊന്നും അധികം വരുന്നില്ല, ഇൻഫെക്ഷൻ ഒന്നും ഇല്ല. ഇനി ഹസാർഡ് വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. Hazard waste might consist of solid, liquid, sludges or contained gases. ഇനി ദോഷകരമായിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ളത്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, സ്ലഡ്ജസ് ആയിട്ടുള്ളത്. സ്ലഡ്ജസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലഡ്ജ് കേട്ടിട്ടില്ലേ? സ്ലഡ്ജസ് എന്ന് വെച്ചാൽ ചെളിയുടെ രൂപയിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള മഡ് അല്ലെ. ദെൻ കണ്ടെയ്നർഡ് ഗ്യാസസ്, ഇതുപോലെ നമ്മൾ പ്രഷറൈസ്ഡ് കണ്ടെയ്നർഡ് ഗ്യാസസ്, ഇവിടൊക്കെയാണ് നമ്മൾ ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നത്. ദേ ആർ പ്രിൻസിപ്പലി പ്രൊഡ്യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ, അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. സോ ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള, സ്ലഡ്ജസ് ആയിട്ടുള്ള, കണ്ടെയ്നർഡ് ഗ്യാസ് രൂപേണയുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്
ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നും ഒക്കെയാണ്. They may have damage during insufficient procedure for storage, transportation, treatment and disposal operations. So, ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഇത് ചെയ്യാനായിട്ടുള്ള, അതായത് ഇത്തരത്തിലുള്ള ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ എന്താ പറയാ, സോർട്ട് ചെയ്ത് വെക്കാൻ, സ്റ്റോറേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഗതാഗതം മീൻസ് അത് കൊണ്ടുപോകാനോ ട്രാൻസ്പോർട്ടിനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ സംസ്കരിക്കാനോ മീൻസ് അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യാനോ ഇത് പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു ഭയങ്കര ഒരു ഇൻസഫിഷ്യന്റ് ആണെന്ന്, അപര്യാപ്തതയാണെന്ന്. സോ ഈ അപര്യാപ്തത മൂലം, അതായത് ഇങ്ങനെ വരുന്ന ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സംസ്കരിക്കാനും അതൊക്കെ ഒന്നും ശരിയായിട്ടുള്ള ഒരു പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അതിനാൽ they may have damage, അല്ലേ? അതിനാൽ തന്നെ നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ ഇല്ലാത്തതിനാൽ അത് നമുക്ക് ഹാനികരമായി മാറിയേക്കാം, അല്ലേ? they may have damage, നമുക്കത് ഹാനികരമായിട്ട് നമുക്ക് അതുമൂലം ഒരുപാട് ദോഷഫലങ്ങൾ വന്നേക്കാമെന്ന്, അസുഖങ്ങൾ വരാം, മറ്റു ശാരീരിക പ്രശ്നങ്ങൾ വരാം, അല്ലേ? ചിലപ്പോൾ ജീവൻ തന്നെ എന്താ പറയാ, ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. സോ ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണില്ല, അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല, ഡിസ്പോസൽ ഒന്നും ചെയ്യണില്ല. അതിനാൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എന്താണ്, നമുക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ വന്നേക്കാം. ഓക്കെ, ഇപ്പൊ ഹസാർഡ്സും നോൺ ഹസാർഡ് വേസ്റ്റും വായിച്ചു നോക്കാം കേട്ടോ. ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ് വേസ്റ്റും വായിച്ചു എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ പഠിച്ച ഹസാർഡ് വേസ്റ്റ് നോൺ ഹസാർഡ് വേസ്റ്റിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് തന്നിരിക്കുന്നത്. നോക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ്, ഹസാർഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്, ദെൻ നോൺ ഹസാർഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഹസാർഡ് വേസ്റ്റ്. ഹസാർഡ് വേസ്റ്റില് ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളും അതർ ഹസാർഡ് വേസ്റ്റുകളും, ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റു രീതിയിലുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇൻഫെക്ഷസ് വേസ്റ്റ്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന. നോൺ ഷാർപ്പ് വേസ്റ്റ്, അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോൺ ഷാർപ്പ് എന്നാണോ എഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ് എന്നാക്കാം കേട്ടോ. ഷാർപ്പ് വേസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചേർത്തേക്കും. നോൺ ഷാർപ്പ് മാത്രമല്ലല്ലോ, സിറഞ്ച് നീഡിൽസ് ഒക്കെ ഇൻഫെക്ഷൻസ് വരുന്നതല്ലേ. സോ അതും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കും. ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ്, ഷാർപ്സ് ആൻഡ് നോൺ ഷാർപ്സ്, അങ്ങനെയാണോ ടെക്സ്റ്റില്? ആണ്. ഓക്കെ ഓക്കെ, വ്യത്യാസം ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണ്, ഓക്കെ ഓക്കെ, അപ്പൊ ചേർക്കണ്ട കേട്ടോ. അപ്പം ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്പ് വേസ്റ്റ്. ദെൻ പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, ലിക്വിഡ് വേസ്റ്റ്, ഇത് മൂന്നുമാണ് ഇൻഫെക്ഷസ് വേസ്റ്റ് ആയിട്ട് പറയുന്നത്. ഷാർപ്പും നോൺ ഷാർപ്പും പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ആയിട്ടുള്ളത്. അതായത് പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാൻ പറ്റും? പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ, ഗ്ലൗസ്, എന്തൊക്കെയാണ്? ട്യൂബ് അല്ലെ, എന്തൊക്കെയാണ്? IV പോള്, IV സെറ്റ്, ക്യാനുലാസ് ഒക്കെ ഇടില്ലേ നമ്മള്. വേറെ എന്തൊക്കെയുണ്ട്? സിറിഞ്ച് അല്ലെ, സിറിഞ്ച്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇൻഫെക്ഷൻസ് ആണ്. ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഇനി അതർ ഹസാർഡ് വേസ്റ്റ്,
മറ്റ് ഹാനികരമായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസസ് മീൻസ് പൊട്ടിയിട്ടുള്ള ഗ്ലാസുകൾ, അവശിഷ്ടങ്ങള്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളും നമ്മുടെ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളൊക്കെ വരുത്തുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ. സൈറ്റോടോക്സിക് വേസ്റ്റ്. സൈറ്റോടോക്സിക് എന്ത് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാലോ, സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആണ് കേട്ടോ. അതായത് ഈ ക്യാൻസർ പേഷ്യൻസുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് സൈറ്റോടോക്സിക്. മെഡിസിൻ ആണ്. അതായത് നമ്മൾ ക്യാൻസർ വരുന്ന കോശങ്ങളെ കൊല്ലുകയോ നശിപ്പിക്കുന്ന ഒരു നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ. ക്യാൻസർ കോശങ്ങളെയൊക്കെ നമ്മൾ കൊല്ലുന്നു എങ്കിലും അത് മറ്റു ഇതിനും നമ്മൾ എന്താണ് ഫലപ്രദമാണെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാണത്. ഓക്കെ, സോ അങ്ങനെയുള്ള വേസ്റ്റുകൾ. ഇൻസിനറേഷൻ, ആഷ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കത്തിച്ച് കഴിയുമ്പോൾ ഉള്ളത് ചാരം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് മാസ്കുകളാകാം, അല്ലെങ്കിൽ ഇതുപോലെ സിറഞ്ചുകളോ മാസ്കുകള്, ഡ്രസ്സിങ്, ഗ്ലൗസ് എന്നിങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടുള്ള കീഴിലുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമല്ലോ. ആ വരുന്ന കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം, പുക, ആശ്രമ ചാരമാണ് കേട്ടോ. അതൊക്കെ ശരിക്കും ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു മൂലക്കായിരിക്കും കത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതും നമുക്ക് എന്താണ് ഹസാർഡാണെന്ന്, മനുഷ്യന് ദോഷകരമായിട്ടുള്ള വേസ്റ്റ് ആണത് അല്ലെ. അപ്പൊ ഇൻഫെക്ഷ്യസ് വേസ്റ്റിലും ഹസാർഡ് വേസ്റ്റ് നോക്കി. ഇനി അടുത്തത് നോൺ ഹസാർഡ് വേസ്റ്റ്. ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ഉണ്ടോ? എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? നോൺ ഹസാർഡ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുത്തിട്ടില്ല ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അതർ ഹസാർഡ് വേസ്റ്റ് എഴുതിയിട്ടില്ലേ, അതുപോലെ താഴെ ഒരു ബോക്സ്, വെറുതെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചേ. പേനയൊക്കെ എടുക്കുക, ഒന്ന് ബോക്സ് വരച്ചിട്ട് അവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ടീച്ചർ പറയാ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. റെഡി ആയോ? പേനയൊക്കെ എടുത്ത് എല്ലാവരും അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. ജസ്റ്റ് നമ്മൾ നേരത്തെ വായിച്ചില്ലേ നോൺ ഹസാർഡ് വേസ്റ്റില് ഫുഡ് സ്ക്രാപ്സ് പറഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ളത് എഴുതി വെച്ചോളൂ. പറയണോ ഞാൻ? ഫുഡ് സ്ക്രാപ്സ് എഴുതി വെക്കാം കേട്ടോ. ഫുഡ് സ്ക്രാപ്സ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, ഫുഡ് സ്ക്രാപ്സ്, പാക്കേജിംഗ് മെറ്റീരിയൽ, പേപ്പർ കർട്ടൻസ്, ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഫുഡ് സ്ക്രാപ്സ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, പേപ്പർ കർട്ടൻസ്, ഇത്രയും മതി. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒന്ന് എഴുതി വെച്ചേക്കും, നമുക്ക് ഫ്ലോ ചാർട്ട് പഠിക്കുമ്പോൾ അത് പഠിക്കാം. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ് വേസ്റ്റും. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റിനെ അപ്പൊ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്, ഹസാർഡ് വേസ്റ്റ് എന്നും നോൺ ഹസാർഡ് വേസ്റ്റും. ഹസാർഡ് വേസ്റ്റിൽ തന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, അതർ ഹസാർഡ് വേസ്റ്റ്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കി. ഒരു 3 ടൈംസ് വായിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫ്ലോ ചാർട്ട് എക്സാമിന് ചോദിക്കും, പഠിക്കണം കേട്ടോ. 3 ടൈംസ് വായിക്കാം. 3 ടൈംസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ,
വായിച്ചു എല്ലാവരും ഫ്ലോ ചാർട്ട്? ഓക്കെ, പഠിച്ചോ എല്ലാവരും? എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ, പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. വീണ്ടും ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ബയോളജിക്കൽ ഇൻഫെക്ഷസ് റിസ്ക്, കെമിക്കൽ റിസ്ക് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്, ബയോളജിക്കലും കെമിക്കലും. ഫസ്റ്റ് നമുക്ക് ബയോളജിക്കൽ പഠിക്കാം. ബയോളജിക്കൽ വേസ്റ്റുകളിൽ തന്നെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ഷാർപ്പ് വേസ്റ്റ് ഏതൊക്കെയാണ്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ്, പാത്തോളജിക്കൽ വേസ്റ്റ് എന്തൊക്കെയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും അതിലൊന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോ ഫസ്റ്റിലി നോക്കാം, ബയോളജിക്കൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. അതില് ഷാർപ്പ് വേസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഷാർപ്പ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്? നീഡിൽസ്, ബ്ലേഡ്സ് ആൻഡ് ബ്രോക്കൺ ആയിട്ട് മീൻസ് ചിതറിക്കുന്ന, മീൻസ് പൊട്ടി ചിതറിയിട്ടുള്ള ഇതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള വസ്തുക്കൾ, ഇതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറയുന്നത് ബ്രോക്കൺ ഗ്ലാസസ് എഴുതിയിട്ടുണ്ടോ? ടെക്സ്റ്റിലെ ഗ്ലാസസ് ഉണ്ട്. ഓക്കെ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് PDF-ൽ. ഓക്കെ, ദെൻ ഇൻഫെക്ഷസ് വേസ്റ്റിൽ പറയുന്നത് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് അല്ലെ, അതായത് മലിനമായിട്ടുള്ളത്. ഇപ്പൊ ബ്ലഡ് മീൻസ് ബ്ലഡ് മൂലം മലിനമായിട്ടുള്ള വസ്തുക്കൾ, അതൊക്കെ ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നു. ദെൻ കൾച്ചർ ചെയ്യുന്ന മീൻസ് യൂറിനൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യുമല്ലോ, കൾച്ചർ ചെയ്യുന്നത്. ദെൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേഷൻ ഈ ഒരു ടേം എപ്പോഴാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? ഐസൊലേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കി, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഐസൊലേഷൻ വാർഡിലാണെന്ന് പറയും. യെസ്, കോവിഡ് ടൈമിൽ കേട്ടിട്ടില്ലേ? എന്താ ഐസൊലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഐസൊലേഷൻ വാർഡ് അല്ലേ, കോവിഡ് വന്നൊരു വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു, മാറ്റി താമസിച്ചിരിക്കുന്നു. കാരണം വേറെ ആരും അവിടെ പാടില്ല. സോ ആ വ്യക്തി ഉപയോഗിക്കുന്ന വസ്തുക്കളും മറ്റും, മനസ്സിലായോ? ഇപ്പൊ ആ കോവിഡ് ടൈമിൽ ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കോവിഡ് ആയിട്ട് വന്ന പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊന്നും യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തി ഉപയോഗിക്കാനോ തൊടാനോ പാടില്ല. ഡോക്ടർ തന്നെയാണെങ്കിൽ അറിയാലോ, PPE കിറ്റും അല്ലേ, ഒരുപാട് ഭയങ്കര ഇതായിട്ടല്ലേ നമ്മൾ പരിശോധിക്കുന്നത്. ഗ്ലൗസ്, മാസ്ക്, ഫുൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ രോഗിയെ പരിശോധിക്കുന്നത്. കോവിഡ് ടൈമിൽ ഓർക്കണില്ലേ നിങ്ങള്? ഓർക്കുന്നുണ്ടോ? ഐസൊലേഷൻ ആണ്, വാർഡ്, റൂട്ട് മാപ്പ് ഓർക്കണില്ലേ എല്ലാവരും? അല്ലേ? അപ്പൊ അതിനെയാണ് ഇപ്പൊ ഐസൊലേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യന്റ് ഐസൊലേറ്റഡ് ആണെങ്കിൽ ആ പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, ഡ്രസ് ആകാം, മറ്റ് എന്ത് വസ്തുക്കൾ, അതൊക്കെ ഇൻഫെക്ഷസ് ആണെന്ന്, മറ്റൊരാൾക്കും കൂടി അസുഖം പകരാനായിട്ട് ഇടയുണ്ട് അതിൽ കൂടി. ഓക്കെ, ഐസൊലേഷൻ ക്ലിയർ ആണോ? ഐസൊലേഷൻ എന്താണെന്ന് ഓക്കെ ആണോ? ഐസൊലേഷൻ ഓക്കെ. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, രോഗകാരികൾ, ബോഡി പാർട്സ്, മനുഷ്യന്റെ തന്നെ ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കേസസ് എന്ന് വെച്ചാൽ എന്താണ്? മൃതശരീരങ്ങൾ, ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങൾ അല്ലെ. അപ്പോ ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങളിൽ നിന്നും ഈച്ചയും അങ്ങനെയുള്ള പ്രാണികളും അതൊക്കെ വന്നിരുന്നിട്ട് അസുഖങ്ങൾ പടരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് പാത്തോളജിക്കൽ വരുന്നത്. ഇപ്പൊ ബയോളജിക്കലാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണെന്നോ? ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്, ഇൻഫെക്ഷസ് വേസ്റ്റുകൾ, പാത്തോളജിക്കൽ വേസ്റ്റുകൾ. ഓക്കെ, ആ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ബയോളജിക്കൽ റിസ്ക് എന്നുള്ള ആ ഒരു 3 സെക്ഷൻ വായിക്കുക കേട്ടോ.
ഓരോന്നിലും എന്തൊക്കെയാണെന്ന് പ്രത്യേകം പഠിക്കണം കേട്ടോ. ഇപ്പൊ ഷാർക്ക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺ ഗ്ലാസസ്. ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? പാത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ഈ ടേബിൾ കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല രീതിയിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ടേബിളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല രീതിയിൽ. ഇപ്പൊ ഷാർക്ക് വേസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് അല്ലാത്തത് ഏതൊക്കെയാണ്, ഓക്കെ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷൻ നോക്കാം, കെമിക്കൽ റിസ്ക്. അതിലും വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. കെമിക്കൽ ആയിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റില് നമ്മൾ പറഞ്ഞു എക്സ്പയർഡ് ഡ്രഗ്സ്, എക്സ്പയറി കഴിഞ്ഞ ഡ്രഗ്സ്, എക്സ്പയറി വാക്സിൻസ്. ദെൻ മെഡിസിൻ തന്നെയാണ് എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറയുന്നത്. ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റ്, അതുപോലെ ക്യാൻസറിനൊക്കെ ഉള്ള സൈറ്റോടോക്സിക് അതിന്റെ വേസ്റ്റുകൾ. ദെൻ കെമിക്കൽ വേസ്റ്റിൽ പറയുന്നത് കെമിക്കൽ സോൾവെന്റ്സ്, ലായകങ്ങൾ, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കെമിക്കൽ സോൾവെന്റ്സ്. ഇപ്പൊ തെർമോമീറ്ററിന്റെ ഉള്ളിൽ അറിയാലോ രാസവസ്തുക്കളും അങ്ങനെയുള്ള വസ്തുക്കൾ. ദെൻ മെർക്കുറി, തെർമോമീറ്ററിന്റെ ഉള്ളിലുള്ളത് മെർക്കുറി. ദെൻ ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ദെൻ ബാക്ടറീസ്, മീൻസ് തീർന്നിട്ടുള്ള ബാറ്ററീസും, മീൻസ് നമ്മള് തീർന്നിട്ടുള്ള ബാറ്ററീസും മറ്റും കെമിക്കലാണ് അതിന്റെ ഉള്ളിലുള്ളത്. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ വരുന്നത് റേഡിയോ ന്യൂക്ലൈഡ്സ്. റേഡിയോ ന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഡിയേഷൻ ഒക്കെ നടക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന റേഡിയോ ന്യൂക്ലിയസുകൾ. ഓക്കെ, ഇത്രയുമാണ് കെമിക്കൽ റിസ്കിൽ പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ വായിക്കാം കേട്ടോ. കെമിക്കൽ റിസ്ക് ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ ടേബിള്? കെമിക്കൽ റിസ്ക് ഓക്കെ, ക്ലിയർ ആണോ? ടേബിൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ബയോളജിക്കൽ റിസ്ക്, കെമിക്കൽ റിസ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓരോ ടൈപ്പ് വേസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ടേബിളിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ടേബിൾ മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. അണ്ടർലൈൻ ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇയർ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, റൗണ്ട് ചെയ്ത് വെക്കാം. നോക്കാം. The Ministry of Environment and Forest, MOEF, അണ്ടർലൈൻ ചെയ്യാം. Ministry of Environment and Forest അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസില് MOEF. The Ministry of Environment and
Forest have promptly developed and released guidelines to the hospitals to guarantee the safe and correct disposal of waste. ഈ MOEF ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഗൈഡ്ലൈൻസ് ഹോസ്പിറ്റൽസിന് വേണ്ടി, അതായത് സേഫ് ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ബയോമെഡിക്കൽ ഡിസ്പോസൽ എങ്ങനെയാണ് ഈ ബയോമെഡിക്കൽ ഡിസ്പോസൽ സേഫ് ആയിട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ റിലീസ് ചെയ്തിരിക്കുന്നത് MOEF ആണ്. Then Biomedical Waste Management and Handling Rule 1998 came into effect. Underline ചെയ്യാം, 1998 ഇത് മീൻസ് നിലവിൽ വന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് ആദ്യമായിട്ട് വന്നത് 1998 Then it offers uniform recommendations and code of practice for biomedical waste management. First amendment date on 6/3/2000. Then second amendment 17/9/2003. Then third 2008 and 2019 too. 1998 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നിലവിൽ വന്നത്. ദെൻ അതിൽ കുറച്ച് റെക്കമെൻഡേഷൻസുകളും മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കുറെ ഭേദഗതികളൊക്കെ വരുത്തിയത്. ഇപ്പൊ നമ്മളൊരു നിയമം വരുമ്പോൾ ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ നിയമത്തിന് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ കുറച്ച് ഭേദഗതികളൊക്കെ വരും. അപ്പൊ അങ്ങനെ 1998 നിലവിൽ വന്നു. ദെൻ അതിന് ഭേദഗതികൾ വരുത്തിയ ഡേറ്റുകളാണ് പറയുന്നത്. 2000 ഭേദഗതി വരുത്തിയിട്ടുണ്ട്, 2003 Then last one 2018, 2019. Okay. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് MOEF നോക്കുക, ദെൻ നിലവിൽ വന്ന ഇയർ നോക്കുക 1998. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. MOEF ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. വായിച്ചു നോക്കുക കേട്ടോ. ആ ഒരു പാരഗ്രാഫെ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. വായിച്ചോ? MOEF അണ്ടർലൈൻ ചെയ്തല്ലോ. 1998 അണ്ടർലൈൻ ചെയ്യാം. അമെന്റ്മെന്റിന്റെ ഡേറ്റ് ഒന്ന് നോക്കി വെക്കുക, ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. 1998 എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നിലവിൽ വന്ന ഇയർ ആണത്. നെക്സ്റ്റ് വൺ നോക്കാം. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? നിയമപ്രകാരം ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന്. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൾ നോട്ട് ബി കമ്പയർഡ് വിത്ത് അതർ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മറ്റ് വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. നമ്മൾ പഠിച്ചില്ലേ, നോൺ ഹസാർഡ് ഉണ്ട്, ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്. അതിൽ തന്നെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകള്, പാത്തോളജിക്കൽ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള വേസ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. Biomedical waste shall be separated into containers, bags at the point of generation prior to its storage, transportation, treatment and removal. അല്ലെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ അവരുടെ ആ ഒരു സ്റ്റോറേജ്, ദെൻ അവരുടെ ആ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ഗതാഗതം, സംസ്കരണം, നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ അത് ഉത്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് ഓരോ സെപ്പറേറ്റഡ് കണ്ടെയ്നർ ആയിട്ടുള്ള ബാഗുകളിൽ നിക്ഷേപിക്കാം. അതിപ്പോ നിങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ നഗരസഭയിലും പഞ്ചായത്തിലും അങ്ങനെയൊക്കെ നമ്മൾ പൊതു ഏരിയകളൊക്കെ പോകുമ്പോൾ വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകുമോ, കണ്ടിട്ടുണ്ടോ?
ഒരു ഇതില് പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം ഇടാനായിട്ട് ഇപ്പോഴത്തെ ഒരു കുപ്പിയുടെ ഒരു മോഡലിലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു നമ്മൾ വേസ്റ്റ് ഇടുന്ന ഒരു വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അതും ഒരു യെല്ലോ കളറിലെ വേസ്റ്റ് ബിൻ ഉണ്ടാവും, ഗ്രീൻ കളറിലെ വേസ്റ്റ് ബിൻ ഉണ്ടാവും. ഫുഡ് വേസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാകും, പേപ്പർ വേസ്റ്റുകൾ മാത്രം ഇടുക, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രം ഇടുക എന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു തരംതിരിച്ചൊക്കെ വെക്കാനും അല്ലെ. പൊതു ഏരിയകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നമ്മുടെ റോഡിലൊക്കെ തന്നെയാണെങ്കിൽ പൊതുവായിട്ടുള്ള ഇടങ്ങളിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഗ്രീൻ കളറിലുള്ള ആ ഒരു വേസ്റ്റ് ബിൻ ആണെങ്കിൽ അതിന്റെ പുറകെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അല്ലെങ്കിൽ പേപ്പർ മാലിന്യങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം നിക്ഷേപിക്കുക, ഇല്ലേ, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ ഇവിടെ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് ഈ കൂട്ടിക്കലർത്തിയിടാതെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് ഇടണമെന്ന്. ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഇൻഫെക്ഷസ് അല്ലാത്തത്, പേപ്പർ വേസ്റ്റുകള് എന്നിങ്ങനെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് തരംതിരിക്കുക. അത് എങ്ങനെ തരംതിരിക്കണമെന്ന് നമുക്ക് അടുത്തത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ. ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? വായിച്ചു നോക്കാം. 2 പോയിന്റ് ഉള്ളൂ. Okay. Next one, duty of occupier. Occupier എന്ന് പറഞ്ഞാൽ ആരാണ്? Occupier, എംപ്ലോയീസ്, തൊഴിലാളികൾ. എന്തൊക്കെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന occupier-നെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. It shall be the duty of each occupant of a facility producing biomedical waste, which comprise a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and environment. ഒറ്റ സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. ഓക്കെ. അതായത് അത് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ഈച്ച് ഒക്യുപ്പന്റ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവിടത്തെ മീൻസ് എവിടെയൊക്കെയാണ് ഓരോ ജീവനക്കാരുടെയും കടമ, ഓരോ ജീവനക്കാരും, അതായത് നഴ്സിംഗ് ഹോമില്, അതുപോലെ തന്നെ ഹോസ്പിറ്റലില്, ഡിസ്പെൻസറിയില്, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെയെല്ലാം ഒരു ഒക്യുപ്പയർ ഉണ്ട്. ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന ഒക്യുപ്പയർ ഉണ്ട്. സോ ഇത് പറയുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തിനും ഇങ്ങനെ നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോഴും മറ്റും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും ഒരു ദോഷം വരുത്താത്ത രീതിയിലാണ് ഇത്തരം മാലിന്യങ്ങള് കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാനായിട്ട് എല്ലാ നടപടിക്രമങ്ങളും അവർ സ്വീകരിക്കണമെന്ന്. അതായത് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒക്യുപ്പന്റ്, അവിടെയുള്ള തൊഴിലാളികള് അവരിത് കൈകാര്യം ചെയ്യുമ്പോൾ അത്രയും എന്താ പറയാ സേഫ് ആയിട്ട് വേണം മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിക്കും, ഹ്യൂമനും എൻവയോൺമെന്റിനും, അത് എടുക്കുന്ന വ്യക്തികൾക്കും ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ, അപ്പൊ അത്രയും രീതിയിൽ ഉറപ്പുവരുത്തിയിട്ട് വേണം, എല്ലാ നടപടികളും സ്വീകരിച്ചിട്ട് വേണം അവരത് കൈകാര്യം ചെയ്യാന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ മാലിന്യങ്ങളൊക്കെ എടുക്കുമ്പോൾ, അതായത് ഈ ഒരു സെക്ഷനിൽ ജോലി ചെയ്യുന്നവര് മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ധരിക്കുക, എക്സ്ട്രാ അവർക്ക് ഡ്രസ്സിന് പുറമെ കോൺസ് പോലത്തെ ഉണ്ടെങ്കിൽ അത് ധരിക്കുക. ദെൻ അവിടെ ഒന്നും വീഴ്ത്താത്ത രീതിയിലും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് എല്ലാ നടപടിക്രമങ്ങളും അവർ ചെയ്യണമെന്ന്. മാസ്ക് വയ്ക്കണമെന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ചിരിക്കണം, ഗ്ലൗസ് ധരിക്കണം എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ധരിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ഹ്യൂമനും അതുപോലെ തന്നെ എന്താണ് എൻവിയോൺമെന്റിനും ദോഷം വരുത്താത്ത രീതിയിൽ അത് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഒറ്റ സെന്റൻസ് ആണത്, സംഭവം അത്ര കാര്യങ്ങളുള്ള അവിടെ. ഒന്ന് വായിച്ചു നോക്കി, ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ എന്ന് വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ.
duty of occupier. വായിച്ചോ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ? ക്ലിയർ ആണോ വായിച്ചിട്ട്? ഒറ്റ സെന്റൻസ് ആണ്, ഒറ്റ പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന, പ്രകൃതിക്കും മനുഷ്യനും ദോഷം വരാത്ത രീതിയിൽ അവർ ഒക്യുപ്പയർ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അത് കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ഇങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. The hospital waste, like body parts, organs, tissues, blood, and body fluids, along with solid linen, cotton, bandage, and plaster cards from infected and polluted area are important to be properly gathered, separated, stored, moved, handled, and disposed of in safe approach to avoid nosocomial or hospital developed illness. സെന്റൻസിന് ഒരു എൻഡിങ് ഇല്ലല്ലേ? അങ്ങനെ വായിച്ചപ്പോ വിചാരിച്ചോ എന്ത് പറ്റിയത്, ഒരു എൻഡിങ് ഇല്ലാത്ത സെന്റൻസ് എന്ന് ഓർത്തോ? എത്ര പേര് ചിന്തിച്ചു? ഒരു എൻഡിങ് ഇല്ലല്ലോ അല്ലെ? നോക്കാം, ഒറ്റ വേർഡാണ്, അതെ ഒറ്റ സെന്റൻസ് ആണ്. നോക്കാം. ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബോഡി പാർട്സ് വരാം, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ്, അതുപോലെ ഫ്ലൂയിഡ്സ്, സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള കോട്ടൺ, ബാൻഡേജ്, പ്ലാസ്റ്റർ ഒക്കെ ഇടുമല്ലോ, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന പ്ലാസ്റ്റർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് തന്നെ ഗ്യാദർ, കളക്ട് ചെയ്യണം, അതിനെ വേർതിരിക്കുക, സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, വേർതിരിക്കണം, സ്റ്റോർ ചെയ്യുക, സംഭരിക്കണം, മൂവ് ചെയ്യാം, അതായത് മാറ്റേണ്ടതൊക്കെ മാറ്റി നമ്മള് സെപ്പറേറ്റ് ചെയ്യണം. ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ്ഡ് ഇൻ സേഫ് അപ്രോച്ച്, സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം, ഡിസ്പോസ്ഡ് ചെയ്യാൻ. അവോയ്ഡ് നോസോകോമിയൽ ആർ ഓർ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനസ്, സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്താൽ മാത്രമേ നമുക്ക് നോസോകോമിയലും, അതുപോലെ നോസോകോമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷനുകൾ തടയാനും ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്, ശരിയായിട്ടുള്ള രീതിയിൽ കളക്ട് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യണം, അതുപോലെ ഡിസ്പോസലൊക്കെ ശരിയായ രീതിയിൽ, ഇതുപോലെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടാം, മിക്സപ്പ് ചെയ്യരുതും, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളൊന്നും തമ്മിലൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നോസോകോമിയൽ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, വീണ്ടും നമ്മള് ഇതുപോലെ പ്രൊസീജിയേഴ്സ് ഒക്കെ എടുക്കണം എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്ന് നോക്കിയാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? ക്ലാസ്സിൽ ഇല്ലാലോ, ഇത് വളരെ കുറവാണ് സ്ട്രെങ്ത്. നല്ല മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും, അതുകൊണ്ടാണോ? മഴയുണ്ടോ എല്ലായിടത്തും? നിങ്ങളുടെ ഏരിയയിലൊക്കെ നല്ല മഴയുണ്ടോ? ഇല്ലേ? വെയിലാണ് എല്ലായിടത്തും? ഓക്കെ, ഇവിടെ നല്ല രാവിലെ തുടങ്ങി നല്ല മഴയും, ഈ കാലാവസ്ഥ അത്ര എന്താ പറയാ, നല്ല കാലാവസ്ഥ ഒന്നും ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ട്രെങ്ത് വളരെ കുറവാണ് നമ്മുടെ ക്ലാസ്സിൽ.
ഒരുപാട് പേര് റേഞ്ചിന്റെ പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ അതിന്റെ ഇടയിൽ ഉറങ്ങനെയാണോ എന്ന് ചോദിച്ചാണ് കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു റെസ്പോൺസ് കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, ഒന്നും കൂടി പറയണോ? അതായത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആക്കി പറയാം. ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. വോയിസ് കട്ട് ആവുന്നുണ്ട്. ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലം ആണ് അല്ലെ? കുഴപ്പമില്ല കേട്ടോ, നോക്കാം. റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല മഴയും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളൂ. ദെൻ അപ്പോ നമ്മളിവിടെ പറയുന്നത് ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ബോഡി പാർട്സ്, അതുപോലെ ഓർഗൻസ്, ടിഷ്യൂ, ബ്ലഡ് എന്നിവയൊക്കെയാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ടും പ്രോപ്പർ ആയിട്ട് അതിനെ കളക്ട് ചെയ്യാം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം, ഒരുമിച്ച് ഇടാൻ പാടില്ല, സെപ്പറേറ്റ് ചെയ്യാം. ദെൻ അതിനെ സ്റ്റോർ ചെയ്യുക, സംഭരിച്ച് വെക്കണം. ദെൻ ആവശ്യമില്ലാത്തതൊക്കെ മൂവ് ചെയ്യുക, മാറ്റുക, അതായത് സെപ്പറേറ്റ് ചെയ്യുക. ദെൻ അതിനെ കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്യണമെന്ന്, ഹാൻഡിൽ ചെയ്യുക, ഡിസ്പോസിൽ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലൗസും മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ തന്നെ അത് സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം ഡിസ്പോസിൽ ചെയ്യാനായിട്ട്. അതിന്റെ അടുത്ത് നെക്സ്റ്റ് പഠിക്കാനുണ്ട് ഇങ്ങനെ ഡിസ്പോസിൽ ചെയ്യണമെന്ന്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ആകണ്ട കേട്ടോ. സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോസോഫോമിയൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷനൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നമ്മൾ ഇനി പഠിക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലാണ് ഡിസ്പോസൽ. അഞ്ജലിയാണോ ചോദിച്ചത്? അഞ്ജലി ക്ലിയർ ആയോ? ഇതൊരു എൻഡിങ് ഇല്ലാത്തൊരു സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ അഞ്ജലി പെട്ടെന്ന് അങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോഴേ കാര്യം നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്, റിപ്പീറ്റബിൾ ആണ് കുറെ വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാം. ആ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഹോസ്പിറ്റൽ വേസ്റ്റിലായിട്ട് ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ വേസ്റ്റിൽ വരുന്നതെന്ന്. വായിച്ചോ? ഇപ്പൊ ക്ലിയർ ആയി വായിച്ചിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആണോന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ടേബിൾ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ടേബിൾ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് ആ ഡിസ്പോസൽ മെത്തേഡുകളൊക്കെ പഠിക്കാനായിട്ടാണ് ഈ ടേബിൾ ഉണ്ട്. ടേബിള് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ആശ്വാസമായി കാണും അല്ലേ? കുഴപ്പമില്ല. അത് ജസ്റ്റ് എന്താണ് നമ്മളത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഒരു ഔട്ട്ലൈൻ പോലെ പറയുന്നതാണ്. ഇനി അതിന്റെ നെക്സ്റ്റ് വരുന്നതാണ് ഓരോ വേസ്റ്റുകളും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തരഞ്ഞിരിക്കുന്നത്. ദെൻ ആ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണ്, ഏത് കളർ കോഡ് ബാഗിലാണ് നമ്മൾ അത് നിക്ഷേപിക്കേണ്ടത്, ദെൻ ഡിസ്പോസൽ ചെയ്യേണ്ട രീതികൾ, ഇതൊക്കെയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ദെൻ അതിന്റെ ടേബിള്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതിയോ? ബോറായോ? കേൾക്കാൻ വലിയ രസവും ഇല്ലാത്തൊരു ഇതാണ് അല്ലെ? വേസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ആണോ? മതിയായ എല്ലാവർക്കും? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി ഇനി വേസ്റ്റ് കളക്ഷനും സെപ്പറേഷനും. പറയൂ, റെസ്പോൺസ് ഒന്നും ഇല്ലാലോ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം എടുക്കാം. അപ്പോ നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 8 കാറ്റഗറി ആയിട്ടാണ് WHO തരം തിരിച്ചിരിക്കുന്നത്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ്, ഷാർപ്പ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ദെൻ നോൺ ഹസാർഡ് വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ നോക്കിയത്. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ടേബിളും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998 എന്നുള്ളൊരു ഇയർ ഓർത്ത് വെക്കണം. MOEFന്റെ ഫുൾ ഫോം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ഒന്നെടുത്ത് ഇത്രയും നോക്കിയാണോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഓക്കെ ആണോ? എല്ലാവരും പറയണോ ബോറായോ? അതുകൊണ്ടാണ് എനിക്കറിയാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാന്ന് പറഞ്ഞത്. ബോറടിച്ചോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ നോക്കിയത് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you.